വെക്കേഷൻ സമയത്ത് കുട്ടികൾ സിനിമ കാണുന്ന ശീലം എന്തായാലും ഉണ്ടാവും. തിയേറ്ററിൽ പോയിട്ടും അല്ലാതെ വീട്ടിലിരുന്നും ഇപ്പോൾ കാണാമല്ലോ. OTTയിലൊക്കെ പ്ലാറ്റ്ഫോമിൽ എത്രയോ സിനിമകൾ റിലീസാവുന്നു. അപ്പം നമ്മുടെ മക്കൾ കാണുന്നത് ഇപ്പോൾ പൊതുവെ സിനിമകളുടെ ഒരു സ്വഭാവം നിങ്ങൾക്കറിയാലോ. ഒന്നിൽ സൈക്കോ ത്രില്ലർ ആയിരിക്കും, സീരിയൽ കില്ലിംഗ് ആയിരിക്കും. എല്ലാത്തിലും ഒരു അക്രമവും കുറ്റാന്വേഷണവും കൊലപാതകവും സൈക്കോളജിക്കൽ പ്രോബ്ലം ഉള്ള അതും കൊലപാതകത്തിലൊക്കെ എത്തിക്കുന്ന ടൈപ്പ് സിനിമകളാണ് ഇപ്പോൾ കൂടുതലും ഉള്ളത്. അതിങ്ങനെ നിരന്തരം നമ്മളെ കുട്ടികൾ കാണുമ്പോൾ അവരിൽ അതിൻ്റെതായ മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും തീർച്ചയായിട്ടും ദൃശ്യമാധ്യമങ്ങൾ നമ്മളെ കുട്ടികളിൽ നല്ലൊരു പ്രഭാവം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഈ അവധിക്കാല സമയത്ത് കുട്ടികൾ കാണുന്ന സിനിമകൾ ഏതാണെന്ന് മനസ്സിലാക്കുകയും കുട്ടികൾ കാണേണ്ടത് തന്നെയാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ കാണേണ്ടതല്ലെങ്കിൽ അവരെ കാണാൻ സമ്മതിക്കരുത്. പ്രത്യേകിച്ച് കുഞ്ഞു പ്രായം തൊട്ട് ഇങ്ങനെയുള്ള സിനിമകൾ കാണുന്നത് അവരുടെ സ്വഭാവത്തിന് വളരെയധികം ബാധിക്കും. അതുകൊണ്ട് ഈ അവധിക്കാലത്ത് കുട്ടികൾ എങ്ങനെയുള്ള സിനിമകൾ കാണണം അല്ലെങ്കിൽ എന്ത് കാണാൻ പാടില്ല എന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കണം. കുട്ടികൾ കാണാൻ പറ്റിയ കുറച്ച് സിനിമകളുടെ കളക്ഷൻ എടുത്തു വെച്ച് കുട്ടികളെ കാണിക്കുകയാണെങ്കിൽ അത് ഒരു നല്ല തീരുമാനമായിരിക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കുട്ടികൾ എന്ത് സിനിമയാണ് കാണുന്നത്. കാരണം ഇപ്പോൾ എല്ലാം ഫ്രീലി അവൈലബിൾ ആണ്.